ഹലോ ഹായ് നമസ്തേ, ഇത് ആയുഷാണ്. ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു ഫലമാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തൈകൾ ഇവിടെ കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ തൈകൾ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഞാൻ അടുത്തിടയ്ക്ക് മാരാമൺ കൺവെൻഷന് പോയപ്പോൾ കണ്ടതാണ്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി തന്നെയുള്ള മാരാമൺ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന സ്ഥാപനമാണിത്. ഇതൊരു സ്ഥാപനം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു വീട്ടിൽ തന്നെയാണ് ഒരുപാട് കാലമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവൊക്കെ എടുക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നല്ല വിളവുള്ള പ്ലാന്റിൽ നിന്ന് തയ്യാറാക്കുന്ന തൈകളാണിത്. നമ്മുടെ മാരാമൺ കൺവെൻഷനൊക്കെ നടക്കുന്നതിന് അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല ക്വാളിറ്റിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തണ്ടുകളൊക്കെ കിട്ടും. പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്സ് നടുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയം ഏതാണെന്ന്. അത് നമ്മുടെ ഈ വേനൽക്കാലം തന്നെയാണ്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്. ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അതുകൂടാതെ അത്യാവശ്യം വേനൽ മഴയൊക്കെ കിട്ടും. ഈ ഒരു സമയത്താണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് പ്ലാന്റ് എപ്പോഴും നടേണ്ടത്. മഴക്കാലത്ത് നട്ടു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ചൂട് ചീഞ്ഞു പോകുന്നതായിട്ട് ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേനൽ മഴ കിട്ടും. ഇനി വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ചൂടൊന്ന് നനച്ചു കൊടുത്താൽ മതി, നല്ല രീതിയിൽ അതിന് ഗ്രോത്ത് കിട്ടുന്നതാണ്. പക്ഷെ മഴക്കാലം ആകുമ്പോൾ ചുവട്ടി വെള്ളം കെട്ടിക്കിടന്നാൽ ചിലപ്പോൾ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കോഴഞ്ചേരി മാരാമണ്ണുള്ള മാരാമൺ ഡ്രാഗൺ ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിന്റെ അഡ്രസ്, ഫോൺ നമ്പർ എന്നിവ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തൈകൾ വേണമെങ്കിൽ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് വിട്ടേക്കുക. ഒരുപാട് ആളുകൾ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തൈകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയം, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.